സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും നിരവധിയായ ആരോപണങ്ങളാണ് നിലമ്പൂർ MLA ആയ PV അൻവർ നിരത്തിവെച്ചത്. അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയും അതുപോലെ തന്നെ കൃത്യമായി പ്രസംഗങ്ങളിലൂടെയും മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലൂടെയും ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം ഒരു പോരാളിയാണ്. പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനകത്തുള്ള രാഷ്ട്രീയത്തിനെ തിരുത്താനും താൻ മുൻപന്തിയിലുണ്ടാകും എന്ന് വിശദീകരിക്കുന്നു. വാസ്തവത്തിൽ PV അൻവർ എന്ന വ്യക്തി സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ള CPIMൻ്റെ പ്രത്യാക്രമണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇരുവരും, അതായത് പിണറായി പക്ഷമായിരുന്നാലും PV അൻവറിൻ്റെ ഒപ്പം നിൽക്കുന്നവരായിരുന്നാലും കേരള ജനതയോട് കാണിച്ച നെറികേടുകളെ ന്യായീകരിക്കാൻ ഇരുവർക്കും ആവില്ല എന്നുള്ളത് വാസ്തവമാണ്. PV അൻവർ VD സതീശനെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറന്നിട്ടില്ല. പിണറായി വിജയൻ്റെ വലം കൈയായാണ് PV അൻവർ നാളിതുവരെയും പ്രവർത്തിച്ചതെങ്കിൽ ഇപ്പോൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അണപൊട്ടിയപ്പോൾ PV അൻവർ തനി ഗുണം കാണിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ്. അതിൻ്റെ പേരും പറഞ്ഞ് DMKയിലേക്ക് കയറിപ്പറ്റാം എന്ന് വ്യാമോഹിച്ച PV അൻവറെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് MK സ്റ്റാലിൻ. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് പേര് മാറ്റി PV അൻവർ DMK തന്നെ രൂപീകരിക്കും, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വിങ് തന്നെ ഇവിടെ രൂപീകരിക്കും, അതൊരു പാർട്ടിയാക്കി മാറ്റും എന്ന പ്രഖ്യാപനം വരുത്തി. വാസ്തവത്തിൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അങ്ങനെ DMK എന്നൊരു രീതിയിലേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായും നിയമ നടപടിക്ക് ഒരുങ്ങാൻ DMKയ്ക്ക്, അതായത് യഥാർത്ഥ പാർട്ടിയായിട്ടുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് യാതൊരു മടിയും കാണില്ല. DMK എന്ന പാർട്ടി ദേശീയ തലത്തിൽ നോക്കിയാൽ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ ഘടകമാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ കക്ഷികളിൽ ഒന്നാണ് DMK. വാസ്തവത്തിൽ ആ DMKയുമായി ചേർന്നുള്ള സഖ്യത്തിൻ്റെ ഭാഗമായാണ് CPIMന് 2 സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും കഴിഞ്ഞ തവണയും ഇത്തവണയും കിട്ടിയത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ PV അൻവറെ പോലെ ഒരു വ്യക്തിയെ ചുമക്കേണ്ട ഗതികേടൊന്നും DMKയ്ക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. DMKയ്ക്ക് ബാധ്യതയാകുന്ന ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും ഇടപെടില്ല. വാസ്തവത്തിൽ PV അൻവർ പറയുന്ന കഥകൾ അത് രാഷ്ട്രീയപരമായി അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ PV അൻവറെ UDFയിലേക്ക് എടുക്കണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ചർച്ച നടത്തേണ്ടത് കോൺഗ്രസ്സാണ്. ലീഗ് എന്തായാലും എടുക്കില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ എടുക്കാച്ചരക്കുകളെ എടുക്കേണ്ട പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. എന്നാൽ നിലമ്പൂരിലും ഏറനാടും വലിയ രീതിയിൽ സ്വാധീനം PV അൻവറിന് ഉണ്ട് എന്ന് വ്യക്തമായി തന്നെ ലീഗിനും കോൺഗ്രസിനും അറിയാം. പക്ഷേ കോൺഗ്രസ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം PV അൻവർ ഇത്രയും നാൾ നടത്തിയ നെറുകേടുകളെ ന്യായീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല. VD സതീശനെതിരെ 200 കോടിയുടെ ആരോപണം, കള്ളവാദങ്ങൾ നിരത്തി ഒരു ഉളുപ്പുമില്ലാതെ നിയമസഭയിൽ പറഞ്ഞ വ്യക്തിയാണ് PV അൻവർ. അതുമാത്രമല്ല, നിയമസഭയിൽ നിരവധിയായ സമയങ്ങളിൽ കോൺഗ്രസിനെയും കോൺഗ്രസ് പ്രവർത്തകരെയും ആക്ഷേപിക്കാൻ PV അൻവർ നടത്തിയ രീതികൾ അത് വാസ്തവത്തിൽ പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള PV അൻവറെ ന്യായീകരിച്ച് പെട്ടെന്ന് ഒരു ദിവസം UDFയിലേക്ക് വിളിച്ചു കയറ്റുക അത്ര നല്ല കാര്യമല്ല എന്ന തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിരിക്കുന്നത്.